ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വേറെ ഒന്നുമല്ല ഗൈസ്, ഇന്ന് നമ്മുടെ സെക്കൻഡ് ടൂറാണ് ഗൈസ്. ഇന്ന് നമ്മൾ എവിടെ പോകുന്നതെന്നറിയോ? ടെമ്പിളിൽ പോവാണ്, അമ്പലത്തിൽ പോവാണ്. അമ്പലത്തിൽ പോയിട്ട് എവിടെ വേറെ പാറ, വിവേകാനന്ദ പാറ, അവിടെ പോകുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് അച്ഛന് ഗൈസ് ജോലിക്ക് പോകണം. ചിലപ്പോൾ ഇന്ന് നമ്മൾ പോകും, ഇല്ലെങ്കിൽ നാളെ രാവിലെ പോകും. അപ്പം എന്തായാലും നമുക്ക് നേരെ പോകാം ഗൈസ്. ഇവിടെ വെട്ടമൊക്കെ കുറവാണ്, പിന്നെ കണ്ണാടി വെച്ചുകൊണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് കാണാനും വയ്യ. അപ്പം എന്തായാലും നമുക്ക് പോകാം. ഓക്കെ, ടീ ടൈമൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങളിങ്ങോട്ട് വന്ന് കന്യാകുമാരി ടെമ്പിൾ കാണിക്കാൻ. ഭയങ്കര തിരക്കാണ്, ഞാൻ കയറിയിട്ട് അതിൻ്റെ വിശേഷം കാണിക്കാം. ഞങ്ങൾ കന്യാകുമാരി ടെമ്പിളിൽ കയറാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുകയാണ്. ഭയങ്കര വലിയ ക്യൂ ആണ് ഗൈസ്. ആ ക്യൂ നിന്ന് നമുക്ക് അകത്ത് കയറാം. ഓക്കെ, ഞങ്ങൾ തൊഴുതിട്ടൊക്കെ ഇറങ്ങി. ഇനിയും വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് വീഡിയോ എടുത്തില്ല, ഫോൺ എടുക്കാൻ ഒക്കത്തില്ലായിരുന്നു. അപ്പം ഇനി നമുക്ക് നേരെ റൂമിലോട്ട് നടക്കാം ഗൈസ്. റൂമിലോട്ട് അത് കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ. ഞങ്ങൾ ഞങ്ങളുടെ റൂമിൻ്റെ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇറങ്ങുക. കന്യാകുമാരി ടെമ്പിളൊക്കെ ഞങ്ങൾ കണ്ടു, ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിപ്പോൾ ടൈം എത്ര അടി? ടൈം ഇപ്പം 11:53 ആയിട്ടുണ്ട്. അപ്പം ഭയങ്കര ക്യൂ ഗൈസ്. വെയില് തന്നെ താങ്ങാൻ വയ്യ, നമുക്ക് തന്നെ താങ്ങാൻ വയ്യ, വെയില് ഭയങ്കര വെയിലാണ്. അപ്പൊ നമുക്ക് നേരെ ഫ്രണ്ട്സ്, ഒരു മിനിറ്റ്, കുഞ്ഞിക്കിളിയുടെ ഒരു ലുക്ക് ഞാൻ ഇപ്പൊ കാണിക്കാം. ഓക്കേ, അയ്യോ ചിത്രശബലം പറന്ന് ഫ്രണ്ട്സ്, ഞങ്ങള് ഏത് പാറയായിരുന്നു? പാറ. ആ പാറയിൽ ഞങ്ങൾ പോയിട്ട് വന്നു. അവിടെ ചെന്നപ്പോ തന്നെ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞ് എന്ത് ആശിച്ചില്ല. ഫോൺ ഓഫായി പോയി എന്റെ ഫോൺ. എന്തൊരു കഷ്ടം നോക്കണേ. അപ്പൊ ഞങ്ങള് കേറിട്ടൊക്കെ വന്നു. ബാംഗ്ലൂർ ട്രിപ്പ് ഉണ്ട്, അപ്പൊ അവനുണ്ട്. ഞങ്ങൾക്ക് അവിടെയൊക്കെ ഓരോരുത്തരത്തൊക്കെ പോവാണ്ട്. അപ്പൊ തന്നെ പോവാണ് ഗൈസ്, നമുക്ക് പോവാം. അപ്പൊ ഞങ്ങള് ട്രിപ്പൊക്കെ കഴിഞ്ഞു. എന്തായാലും കുഞ്ഞുങ്ങൾക്ക് വിശക്കുന്നുണ്ട് ഗൈസ്. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് വേണം വല്ലതും കഴിക്കാൻ. വീട്ടിൽ ചെന്നിട്ട് എല്ലാ കടയിൽ കയറും, റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് വേണം. പളനി ട്രിപ്പ് ഉണ്ട്, നിങ്ങളെന്തായാലും നോക്കുക. ഈ വീഡിയോയിൽ എല്ലാവരും കാണണേ. ഇത് ഇന്നത്തെ ഡേറ്റ്, ആ ഡേറ്റൊക്കെ എന്തിനു പറഞ്ഞു വെറുതെ. ഞങ്ങളിപ്പം നാഗർകോവിലോട്ട് പോകാനുള്ള ബസ് കയറുകയാണ്. ബസ് കയറി നമ്മൾ നാഗർകോവിൽ എത്തിയിട്ട് ട്രെയിനിൽ പോയിട്ട് മാവേലിക്കര ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പം എന്തായാലും ട്രെയിനിലാട്ടോ. ഞാൻ ട്രെയിനിൽ കയറിയിട്ട് ഒത്തിരി മിസ് ചെയ്യുന്നു. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ട് കാണാം. ഓക്കെ, അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. അപ്പം ഈ ട്രെയിൻ പിടിച്ച് നേരെ കായംകുളം, അവിടെ നിന്ന് മാവേലിക്കര പോയിട്ട് സുഖമായിട്ട് കാണാം. അപ്പം ഈ നാളെ രാവിലെ എൻ്റെ ഇനി ബാംഗ്ലൂർ പോകണം. അതിനുള്ള കാര്യം റിസർവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മയും എല്ലാവരും അവിടെ പോയേക്കുവാണ്. ഞാനും അച്ചു ഇവിടെ കഴിച്ച് എൻ്റെ പൊന്നു ലഗേജൊക്കെ എടുത്ത് തൂക്കി വെച്ചിട്ട് നിൽക്കാൻ വയ്യ. ഇപ്പം ഞങ്ങളിത് ഇവിടെ വന്ന് ഇരുന്നു ഗൈസ്, ഒരു സീറ്റിൽ. ഇത് അച്ചു എൻ്റെ കൂടെ ഉണ്ട്. അപ്പം അച്ഛനടിക്കാൻ തോന്നുന്നു ഗൈസ്. അപ്പം
നമുക്ക് ട്രെയിൻ ഇതുവരെ വന്നില്ല എന്ന് തോന്നുന്നു. 3 മണിക്ക് നമ്മളൊരു വഹ കഴിച്ചിട്ടില്ല ഗായ്സ്. അപ്പം ഇനിയിപ്പം കഴിക്കാനൊക്കെ പോകണം. 2:30 ആയിട്ടുണ്ട്. അരമണിക്കൂർ എന്ത് കഴിക്കും ഗൈസ്? താമസിക്കത്തില്ല. 3 മണിക്ക് ട്രെയിനുണ്ട്. അപ്പം എന്തെങ്കിലും ട്രെയിന് നമ്മളിപ്പോൾ കഴിക്കാൻ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ട്രെയിനിൽ നിന്നായിരിക്കും കഴിക്കാൻ പോവുകയാണെങ്കിൽ നമുക്കവിടെ നമ്മൾ തിരിച്ച് വരാൻ കാരണം കണ്ണപ്പന് ബാംഗ്ലൂർ വരെ ഒരു എന്തോ ഉണ്ട്, എനിക്കറിയില്ല കറക്റ്റായിട്ട്. ബാംഗ്ലൂർ അവന് എന്തോ ഉണ്ട്. പിന്നെ അച്ഛനും അപ്പൂപ്പനും ഒക്കെ ജോലിയുടെ പ്രശ്നം ഞാൻ പറഞ്ഞല്ലേ, അതുകൊണ്ടാണ് ഇന്ന് തന്നെ വന്നത്. അല്ലെങ്കിൽ നമ്മൾ നാളെ രാവിലെ ഒരാഴ്ചയൊക്കെ നിന്നിട്ടേ വരത്തുള്ളായിരുന്നു. ഇതൊക്കെ കാരണമാണ് നമ്മൾ നേരത്തെ വന്നത്. അപ്പോൾ എന്തായാലും കഴിക്കാൻ പോവുകയാണെങ്കിൽ അവിടെ വെച്ച് കാണാം, അല്ലെങ്കിൽ ട്രെയിനിൽ വെച്ച് കഴിക്കാനൊക്കെ ട്രെയിൻ ഫ്രണ്ട്സ്. അപ്പോൾ ട്രെയിനിനകത്ത് റിസർവേഷൻ ചെയ്തിട്ടില്ല, കാര്യം തീർന്നുകൊണ്ട് നമുക്ക് കിട്ടിയില്ല. പക്ഷേ നമുക്ക് ഫുൾ സീറ്റ് കിട്ടിയില്ലെന്നല്ല, റിസർവേഷൻ തീർന്നു. അതുകൊണ്ട് ലോക്കലിൽ കയറി, അതുകൊണ്ട് നമുക്ക് ഫുൾ സീറ്റൊക്കെ കിട്ടിയേട്ടാ. ഒരു ഫുൾ സീറ്റ് നമുക്ക് കിട്ടി. കാണിക്കാം, സീറ്റാണ് കേസ്. അപ്പം തന്നെയായിരുന്നു ട്രെയിൻ, അതുകൊണ്ട് ഒന്നും ഒരു ഭാഗം കഴിച്ചിട്ടില്ല. പിന്നെ നമുക്ക് ഇറങ്ങിയിട്ട് എല്ലാം കഴിയാതെ ഇവിടെ ഇങ്ങനെ കൊണ്ടുവരുവാണെങ്കിൽ കഴിക്കാൻ അതേ പറ്റത്തുള്ളൂ. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ നിന്നൊക്കെ ഇറങ്ങി ഗൈസ്. ഇപ്പം ഇങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഞാൻ മുടിയൊക്കെ പിടിച്ച് കെട്ടി വെച്ചായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഇനി നമ്മൾ നേരെ ഇനിയും ബസ് പറഞ്ഞാൽ ഇതുവരെ ഒരു ആഹാരം കഴിച്ചില്ല. രാവിലെ 2 ദോശ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അത് കഴിച്ചതാണ് ഗൈസ്. ഇതുവരെ വേറെ ഒരു വഹ കഴിച്ചിട്ടില്ല. ഹോട്ടലിലും ഒക്കെ പോകാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ എന്നാലും വാ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ ഫൈനലി ഒരു ഹോട്ടൽ കണ്ടുപിടിച്ച് ഗൈസ്. വിശന്ന് താളുന്നത്. കണ്ണപ്പന ഏതാണ്ട് പറയാനുണ്ട്, തരട്ടെ? ഹായ് ഫ്രണ്ട്സ്, പിന്നെ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ബസ് എടുത്തു കേട്ടോ. ബസ് പിടിച്ച് ഞങ്ങൾ ബസ്സിൽ കയറിയപ്പോൾ ആ ബസ്സല്ല. അപ്പോൾ പിന്നെ വേറെ ബസ് എടുത്തു. പിന്നെ വേറെ ബസ്സിൽ കയറി 1 മണിക്കൂറെങ്ങാണ്ട് അവിടെ നിന്നില്ലേ. മണിക്കൂർ നിന്നിട്ട് പിന്നെയാണ് ബസ് കിട്ടിയത്. ബസ് കിട്ടി. ഇപ്പം തൊട്ടാരമ്പലത്തിൽ ഇറങ്ങി. ഇപ്പോൾ ഓട്ടോയിലോട്ട് അമ്മയുടെ വീട്ടിലോട്ട് വന്നിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ അച്ഛൻ വണ്ടിയൊക്കെ പോയി എടുത്തിട്ട് വരണം. അതുവരേക്കും ട്രിപ്പൊക്കെ ഉണ്ട് ഗൈസ്. ഓക്കെ ബൈ ടാറ്റാ ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങൾ കന്യാകുമാരിയിൽ നിന്നൊക്കെ വീട്ടിലേക്ക് എത്തി ഗൈസ്. നല്ല പൊളി ട്രിപ്പായിരുന്നു. എല്ലാവർക്കും നല്ലൊരു രസമായിരുന്നു ഗൈസ്. ആ ട്രെയിനിലൊക്കെ പോകുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഫ്രണ്ട്സ്. അപ്പം പറയാൻ വന്നത്, ഞങ്ങൾ സുഖമായിട്ട് പോയിട്ടൊക്കെ വന്നു. ആർക്കും ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ചിലയിടത്തൊക്കെ പോയാൽ എനിക്കോ കുഞ്ഞുങ്ങളിക്കോ അച്ഛൻ ആർക്കെങ്കിലൊക്കെ പനി വരും ഫ്രണ്ട്സ്. ഇത് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പനിയൊന്നും വന്നില്ല. പെട്ടെന്ന് നീ വന്നു, പക്ഷെ പെട്ടെന്നായിപ്പോയി. കാര്യം അച്ഛന് വണ്ടിയെ പോകണം, കണ്ണപ്പന് റൂം മിസ് ചെയ്യുന്നുണ്ട്. വേറെ ഒന്നല്ല, ഒരു റൂമിൽ കളിച്ച് ഞങ്ങൾ വന്നപ്പോൾ കട്ടിലിൻ്റെ മണ്ടയ്ക്ക് ചാടി കയറി. എൻ്റെ പോലെ രസമായിരുന്നു. അവിടെ ഞങ്ങൾ കുറേ കളിയൊക്കെ കളിച്ച്, ഈജപ്പട്ടാളം അങ്ങനെ കുറേ കളിയൊക്കെ കളിച്ച്. അപ്പം ഞങ്ങൾ ഇവിടെ വെച്ച് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പം ഇനിയിപ്പം വേറെ ട്രിപ്പായിട്ട് നമുക്ക് കാണാം. അച്ഛന് പറ്റത്തില്ല, അതാണ് വിഷയം. ട്രിപ്പൊക്കെ കാണാം ഫ്രണ്ട്സ്. അപ്പോൾ അടുത്ത ട്രിപ്പിന് വേണ്ടിയിട്ടും വീഡിയോസിന് വേണ്ടിയിട്ടും നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പ്ലീസ് സബ്സ്ക്രൈബ് ഗായ്സ്. സബ്സ്ക്രൈബാണ് ഇപ്പോൾ വേണ്ടത്. ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം ചെയ്യുക. ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലേ കമൻറ്റ് ചെയ്യുക, എല്ലാം കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഈ ബൈ ഫ്രണ്ട്സ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.